എല്ലാ ക്രീം കേക്കിനും ബേസായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ഓവനിലല്ല, വിത്തൗട്ട് ഓവനാണ് നമ്മളിന്ന് ഈ സ്പോഞ്ച് കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് കേക്ക് ടിന്നാണോ ഉപയോഗിക്കുന്നത് ആ ടിൻ നന്നായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് വയ്ക്കുക. ഓയിൽ എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മൈദയുടെ പൊടിയിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് ബേക്കായി കഴിയുമ്പോൾ ഈ ടിന്നിൽ നിന്നും പെട്ടെന്ന് എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടിന്നിൻ്റെ ബേസിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ അടുത്ത് തന്നെ എടുത്ത് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കപ്പ് മൈദയ്ക്ക് 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കപ്പ് മൈദയ്ക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് ഓയിൽ എടുക്കുക, സൺഫ്ലവർ ഓയിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് വാനില എസൻസ് എടുക്കുക. പിന്നെ പഞ്ചസാര എടുത്ത് വയ്ക്കുക. 1 കപ്പ് മൈദയ്ക്ക് നമ്മളെടുക്കുന്നത് 1 കപ്പ് തന്നെ പൊടിച്ച പഞ്ചസാരയാണ്. ഇനിയിപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ നമ്മളെടുക്കേണ്ടത് 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ്. പിന്നീട് നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാലാണ്. അതിൽ നിന്ന് നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദയ്ക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. പിന്നീട് നമ്മളിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് വിസ്ക് അതിൽ ഉപയോഗിച്ചാൽ മതിയാവും. ഈ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബേക്കിംഗ് പൗഡർ എല്ലാ ഭാഗത്തേക്കൊന്ന് വരാൻ പാകത്തിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു അരിപ്പ വെച്ചിട്ട് 3 തവണ അരിച്ചെടുക്കാം. പിന്നീട് നമ്മൾ ഒരു വലിയ ബൗളെടുത്ത് വയ്ക്കുക. ഈ ടൈമിൽ നമ്മൾ ഏതിലാണോ കേക്ക് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ ഇന്ന് ഈ ബിരിയാണി പോട്ടിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഞാനത് ആ പോട്ട് 10 മിനിറ്റ്സ് ഈ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓവനിലാണെങ്കിൽ ഓവൻ 10 മിനിറ്റ്സ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു അത്യാവശ്യം വലിയ ബൗൾ തന്നെ എടുക്കുക. എഗ്ഗൊക്കെ ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്പേസ് കുറവായിരിക്കും. നമ്മളിതിലേക്ക് 4 മുട്ട പൊട്ടിച്ചിടുക. നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ്. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ 1/4 കപ്പ്, പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് എടുക്കുക. 1/4 കപ്പ് പഞ്ചസാര പൊടിച്ച് കഴിയുമ്പോൾ ഇത് 1 കപ്പാണ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്യുക. മുട്ടയൊക്കെ നല്ല തിക്കായിട്ട് ഒരു ക്രീമിഷ് കളറായിട്ട് മാറും. അതുവരെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഈ ടൈമിൽ നമുക്ക് ഓയിൽ ഒഴിക്കുന്ന ടൈമാണ്. നമ്മളിതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ ബീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നേരം പൊന്തിച്ച് വന്ന് എയർ ബബിൾസൊക്കെ താന്ന് കേക്ക് താന്നു പോകുന്നതാണ്, സോഫ്റ്റ് ആവില്ല. പിന്നീട് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 തവണയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒറ്റ തവണയായിട്ട് ഇട്ട് കൊടുക്കരുത്. അതിനുശേഷം കുറച്ച് ചെറിയ ചൂടുള്ള പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മെല്ലെ മെല്ലെ പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കേക്ക് മിക്സ് ചെയ്യുന്ന ടൈമിൽ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം മിക്സ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ഹാർഡായി പോവും.
കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഇതുപോലെ വൺ സൈഡിലേക്ക് മാത്രം മിക്സ് ചെയ്ത് നമ്മൾ മെല്ലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുത്തു. പിന്നീട് കുറച്ച് പാലൊഴിച്ച് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പാലിടയ്ക്ക് ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്റർ ടൈറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാലൊഴിച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ തേർഡ് ബാച്ച് ഇട്ട് കൊടുത്തു. പിന്നീടും പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ മിക്സിങ്ങൊക്കെ ഇവിടെ നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാണ്ട് നമ്മൾ സോഫ്റ്റായിട്ട് ഇത്തിരി ടൈം എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിക്കുകയാണ്. ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതുപോലെ ചെയ്ത് കൊടുക്കണം. കേക്കിനകത്തുള്ള എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ പാൻ ഇവിടെ പ്രീ ഹീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്കൊരു റിങ് ഇറക്കി വെച്ചിട്ട് നമ്മുടെ കൈയൊന്നും സൈഡിൽ മുട്ടാതെ ഇറക്കി വയ്ക്കുക. നമ്മൾ ഇതിൻ്റെ മൂടി വെച്ചിട്ട് മൂടിയതിന് ശേഷം ഒരു വെയിറ്റ് എടുത്ത് മുകളിൽ വയ്ക്കുക. എയർ ഒന്നും പുറത്തേക്ക് പോകാണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 45 മിനിറ്റ്സ് കഴിയാതെ ഒരിക്കലും ഇതിൻ്റെ കവർ ഓപ്പൺ ചെയ്ത് നോക്കരുത്. അതിനിടയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് പൊന്തി വരുന്ന ടൈമാണെങ്കിൽ അത് കേക്ക് താന്നു പോകാനാണ് ചാൻസ്. ഈ സമയം നമ്മൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ്സ് 160 ഡിഗ്രിയിൽ വെച്ച് നോക്കുക. എന്നിട്ടും ബേക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു 10 മിനിറ്റ് കൂടി വയ്ക്കുക. ഇനിയിപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിലല്ല ഇതുപോലൊരു അലുമിനിയത്തിൻ്റെ പാത്രത്തിലാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാത്രത്തിൽ ഉപ്പിട്ടതിന് ശേഷം മൂടി വെച്ചിട്ടൊരു 10 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. പിന്നെ കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡി ആയിട്ട് കഴിയുമ്പോൾ നമ്മൾ കേക്ക് ബാറ്റർ ടിന്നിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ മൂടി വയ്ക്കുക. മുകളിലൊരു വെയിറ്റ് എടുത്ത് വയ്ക്കുക. എന്നിട്ടൊരു 45 മിനിറ്റ്സിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമ്മുടെ കേക്ക് പൊന്തി വരുന്ന ടൈമാണെങ്കിൽ കേക്ക് താന്നു പോകാനാണ് ചാൻസ്. കേക്കിൻ്റെ നടുഭാഗം കുഴിഞ്ഞു പോകുന്നതൊക്കെ ആ ഒരു ടൈമിൽ തുറന്ന് നോക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റിക്ക് വെച്ചിട്ടോ ഒരു കത്തി വെച്ചിട്ടോ നമ്മളിതിൻ്റെ നടുഭാഗത്തൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിക്ക് ഇവിടെ ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കേക്ക് ബേക്കായെന്ന് മനസ്സിലാക്കാം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് നോക്കുകയാണ് കേക്ക് കുക്കായിട്ടുണ്ടോയെന്ന്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിൻ ഇതിൽ നിന്ന് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മളിതിൽ നിന്ന് മാറ്റുക. ഇപ്പോൾ കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു 10 മിനിറ്റ്സും കൂടെ വയ്ക്കുക. അപ്പോൾ നമുക്ക് കേക്ക് ഒരു അരമണിക്കൂർ കേക്ക് ടിന്നിലിരുന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു നൈഫ് വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചതിന് ശേഷം കേക്ക് ഇതിൽ നിന്നും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ് കേക്ക് ഇതിൽ നിന്നും ഡിമോൾഡ് ചെയ്യാൻ. ബട്ടർ പേപ്പർ ഇട്ടാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഓവനിൽ ചെയ്യുന്ന അതേ ടെക്സ്ചറിൽ തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് വിത്തൗട്ട് ഓവനാണ് ചെയ്തത്. അപ്പോൾ ഭയങ്കര സോഫ്റ്റാണ് കേക്ക്. തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ കേക്ക് ചൂടാറിയതിന് ശേഷം മാത്രം 3 ലെയറായിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ കേക്ക് പൊടിഞ്ഞു പോകും. നമുക്ക് കേക്ക് പെട്ടെന്ന് ഐസിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. അപ്പോൾ നമ്മുടെ കേക്ക് പെട്ടെന്ന് ചൂടാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിതുപോലെ 3 ലെയറായിട്ട് ഫൈനായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ നമുക്ക് സൂപ്പർ സോഫ്റ്റായിട്ട് കേക്ക് റെഡിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോസിന് വേണ്ടി എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.